ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സാലഡ് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സാലഡ് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിർത്തരുത് കേട്ടോ. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഡിന്നറിന് പകരമായിട്ട് ഈ ഒരു സാലഡ് 7 മണീൻ്റെ ഉള്ളിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേമാതിരി ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് പകുതിയാക്കിയിട്ട് പകുതി ഈ സാലഡ് കൂടി കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളക്കടല രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാകും. ഇനി ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. കടലയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കാവുന്നതാണ്. 1/2 കപ്പ് എടുക്കാം. കുറച്ച് ആളുകളാണെങ്കിൽ 1/2 കപ്പ് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടി വെച്ച് അടയ്ക്കാം. ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. പച്ചക്കറികളിൽ കക്കരിയും സവാളയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കക്കരിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി ഒരു പീലർ വെച്ച് നന്നായിട്ട് പീൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. പിന്നീട് നീളത്തിൽ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് സാലഡിന് ഏറ്റവും നല്ലത്. ഇതേമാതിരി തന്നെ സവാളയും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് വേണം ഉപയോഗിക്കാൻ. അതേമാതിരി പുളിയില്ലാത്ത തൈരാണ് സാലഡിന് നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ഒലീവ് ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കക്കരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നീട് സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറികൾ നമ്മൾ സാലഡിന് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഇട്ട് വെക്കണം. അതിനുശേഷം വേണം ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉത്തമമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഇത് ഉപയോഗിക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.